ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് HSST പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ആരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നേരെ കിടക്കാം നമ്മുടെ HSST പ്രിപ്പറേഷൻ്റെ ഒരു സെക്ഷനിലേക്ക്. സോ മക്കളെ, നമ്മൾ HSST എക്സാം ഉടൻ തന്നെ നടക്കാനായിട്ട് പോവുകയാണ്. നമ്മളെ HSST ബാച്ച് കറൻ്റ്ലി റണ്ണിങ് ആണ്. ഡെയിലി നിങ്ങൾക്ക് ഓരോ പഠിക്കേണ്ട ടോപ്പിക്കുകൾ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തരികയും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും പോൾസും ക്വസ്റ്റ്യൻസും ആയിട്ട് ആക്ടിവിറ്റി പാക്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പും വീക്ക്ലി സബ്ജക്റ്റ് ആൻഡ് പേപ്പർ വണ്ണിൻ്റെ കണ്ടിന്യൂസ് ലൈവുകളുമായിട്ട് നമ്മളെ കറണ്ട് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ കുറച്ച് സമയങ്ങൾ മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനായിട്ടുള്ളത്. സോ ഈ സമയം നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മളെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ ഓഫർ ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ടിൽ ദ ലാസ്റ്റ് ഡേ. നാളെയും കൂടെ ഈ മാസം അവസാനിക്കുന്നത് വരെ നമുക്ക് നമ്മുടെ ഓഫർ റണ്ണിങ് ആണ്. എല്ലാ കോഴ്സുകൾക്കും നമ്മുടെ HST കോഴ്സിന് അപ് ടു 30% ഓഫിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇൻട്രാക്റ്റീവായിട്ട് എക്സ്പേർട്ട് ഗൈഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഈ HST ഉറപ്പായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8589083568 എന്ന് പറയുന്ന നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ പിണ്ടായിട്ടുള്ള ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഡസ് ദ ഇമേജ് ഓഫ് ദ വൈഡനിങ് ഗൈർ ഇൻ ദ പോം ദ സെക്കൻഡ് കമ്മിങ് ബൈ WB Yeats സിഗ്നിഫൈ? ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് WB Yeatsന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയംസിൽ ഒന്നാണ് അല്ലെ. WB Yeats നമുക്കറിയാം, ഹി ഈസ് എ കോണ്ടംപററി ഓഫ് T.S. Eliot. ഈ മോഡേൺ ലിറ്ററേച്ചർ നമുക്ക് നമ്മുടെ PG അല്ലെങ്കിൽ നമ്മുടെ HSST എക്സാംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. സോ വി ഹാവ് ടു ലേൺ അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ആൻഡ് ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഹിയർ. ദ വൈഡനിങ് ഗൈർ എന്ന് പറയുന്ന ഇമേജ് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കിയാൽ മക്കളെ. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ ഫോളിംഗ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം, ഈച്ച് സൈക്കിൾ ഓഫ് ഹിസ്റ്ററി, വേൾഡ് വാർ 1. ഞങ്ങൾ ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മുടെ ഓപ്പണിംഗ് ലൈൻസ് ഓഫ് ദ പോം. Turning and turning in the widening gyre, the falcon cannot hear the falconer. Things fall apart, the center cannot hold. Mere anarchy is loosed upon the world. See, the opening lines ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈഡനിങ് ഗൈർ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം നോക്കണം. ലിറ്റിൽ അബൌട്ട് ഈറ്റ്സ് സിസ്റ്റം, അതായത് പുള്ളിയുടെ ബുക്ക് എ വിഷൻ എന്ന് പറയുന്ന ബുക്കിൽ അദ്ദേഹം ലോകത്തിനെ കാണുന്നത് ഒരു സിസ്റ്റം ആയിട്ടാണ്. എന്ത് സിസ്റ്റമാണ്? ഹിസ്റ്ററി ഈസ് സംതിങ് ലൈക്ക് ദ കൈൻഡ് ഓഫ് എ മൂവ്മെന്റ് ഓഫ് ഗൈർ. ഗൈർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ സ്പൈറൽസോ വോർട്ടെക്സോ പോലെയുള്ള അങ്ങനെയുള്ളൊരു ഷെയ്പ്പാണ് ഗൈർ എന്ന് പറയുന്നത്. അങ്ങനെ ഗൈർ ആയിട്ട് ടേൺ ചെയ്യുന്ന ഒരു സാധനമാണ് ഹിസ്റ്ററി എന്നാണ് WB Yeats മനസ്സിലാക്കുന്നത്. ഈറ്റ്സിനനുസരിച്ച് ഈച്ച് ഫേസ് ഓഫ് ഹിസ്റ്ററി ഈസ് എ കോൺട്രറി നോഷൻ അഗെയിൻസ്റ്റ് ദ നെക്സ്റ്റ്. അപ്പോൾ അടുത്ത മോഷനുമായിട്ടുള്ളൊരു കോൺട്രി മോഷനാണ് എന്ത്? ഓരോ ഏജും എന്നാണ് ഈറ്റ്സ് ഈ ഒരു എന്ത് വെച്ച് മനസ്സിലാക്കുന്നത്? ഗൈർ വെച്ച് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ എ ഡൈമെൻഷൻ ദാറ്റ് ഈസ് എസെൻഷ്യലി ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. ദ പോയം കൺസീവ്സ് of the 20th century as the point where one gyre of history, the 20th century of Christianity and progress, gives way to another. അങ്ങനെ 20 നൂറ്റാണ്ടുകൾ, ക്രിസ്ത്യാനിറ്റിയുടെ 20 നൂറ്റാണ്ടുകൾ മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഗൈറിന്റെ എൻഡ് ആയിട്ടാണ് 20th സെഞ്ചുറിയെ കാണുന്നത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്ന ഗൈർ, ദ വൈഡനിങ് ഗൈർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഓൾഡ് സിസ്റ്റം, നിലവിലുള്ള ഒരു സിസ്റ്റം മാറി പുതിയ സിസ്റ്റം വരുന്നതിനെയാണ് എന്ത് കാണിക്കുന്നത്? ദ വൈഡനിങ് ഗൈർ എന്ന് പറയുന്ന ഇമേജ് കാണിക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദ ഫോളിംഗ് അപ്പാർട്ട് ഓഫ് ദ ഓൾഡ് സിസ്റ്റം. അതെങ്ങനെയാണ് വേറെ സിഗ്നിഫൈ ചെയ്യുന്നത്? ദ ഫാൽക്കണർ കനോട്ട് ഹിയർ ദ ഫാൽക്കൺ കനോട്ട് ഹിയർ ദ ഫാൽക്കണർ. തിങ്സ് ഫോൾ അപ്പൗട്ട്, ദ സെന്റർ കനോട്ട് ഹോൾഡ്. ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ്. ഫാൽക്കണ് അതിന്റെ ഓണറിനെ കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് ദ പീപ്പിൾ ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് ഇറ്റ്സ് ക്രിയേറ്റർ ഓർ സ്പിരിച്വാലിറ്റി. And things fall apart, everything starts to break down, system breaks down, laws break down, every conventions break down, the center cannot hold. There is no central power that holds the world together. More anarchy is loosed upon the world. More അരാജകത്വം രാജ്യത്ത് മുഴുവൻ തുറന്നടിക്കപ്പെടുന്നു. That means the fall down of the falling apart of the old system which once held the world together, that is broken. The gyre is widening. We are moving into a new world
and everything that is was of the 20 centuries of Christianity is opening up to something new. That means the old system has fallen, a new system is rising. We are in amidst that chaos എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. So the right answer is option B. And look at the second question. It is a match the following question. Which of the following are correctly matched with regard to the description of characters in prologue to the Canterbury Tales by Chaucer? The knight, the partner, the prioress, the wife of Bath, and observes dainty table manners, participated in the Crusades, made pilgrimages to Jerusalem, carries a bag full of fake relics. മക്കൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് കാൻറ്റർബറി ടേൽസിലെ കുറച്ച് ക്യാരക്ടേഴ്സും അവരുടെ ഫീച്ചേഴ്സുമാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനെ ഈ വർക്കിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഇവരുടെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മളിവിടെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് തരുന്നത് ഇങ്ങനെയാണ് അല്ലേ. നമുക്ക് 4 ഓപ്ഷൻസ് കാണും, അതിനകത്ത് ഓരോ മാച്ചിങ് സീക്വൻസുകളും കാണും. ഇവിടെ ഒറ്റ കാര്യം നോക്കിയ മക്കളെ, ഇവിടെ 4ാമത്തെ ക്യാരക്ടറാണ് വീഫ് ഓഫ് ബാത്ത് അല്ലെ. ഇവിടെ അടുത്ത ഈ ഓപ്ഷൻസിൽ കണ്ടോ ABCD എന്നുള്ള സാധനമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മറ്റ് ആൻസേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ സമയം സേവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കാവുള്ളൂ കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ മാത്രമേ ആൻസർ ചെയ്യാവുള്ളൂ. നോക്കിയേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ 4ന്റെ കാര്യം വീഫ് ഓഫ് ബാത്ത് അല്ലെങ്കിൽ വൈഫ് ഓഫ് ബാത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാവർക്കും മേജർ ഡിസ്ക്രിപ്ഷൻസ് ഇവരെ പറ്റി അറിയുകയും ചെയ്യാം. അവരുടെ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നേരെ ഫൈനൽ ആൻസറിലേക്ക് പോകത്തില്ലേ. A ആണോ B ആണോ C ആണോ D ആണോ നമുക്ക് നോക്കാം. വൈഫ് ഓഫ് ബാത്ത്. ഡൈൻറ്റി ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യുന്നത് നമ്മളുടെ വീഫ് ഓഫ് ബാത്ത് ആണോ? ക്രൂസൈഡ്സിൽ പോയത് വീഫ് ഓഫ് ബാത്ത് ആണോ? ജെറുസലേമിലേക്ക് പിൽഗ്രിമേജ് പോയത് വീഫ് ഓഫ് ബാത്ത് ആണോ? ബാഗ് ഫുൾ ഓഫ് ഫേക്ക് റെലിക്സ് കൊണ്ട് നടക്കുന്ന വീഫ് ഓഫ് ബാത്ത് ആണോ? ആരാണ് വീഫ് ഓഫ് ബാത്ത് എന്താ ചെയ്യുന്നത്? വീഫ് ഓഫ് ബാത്ത് 3 പിൽഗ്രിമേജുകൾ ജെറുസലേമിലേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഫ് ഓഫ് ബാത്തിനെ എങ്ങോട്ടിടാം? ഓപ്ഷൻ സിയിലേക്ക് ഇടാം. അപ്പൊ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4C എന്നുള്ളതാണ് അതിലൊരു റൈറ്റ് ആൻസർ. അതുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ ഡിയിൽ ആദ്യത്തെ കാര്യം എന്താണ്? 1B. ഒന്നാരാ? ദ നൈറ്റ്. ദ നൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? പാർട്ടിസിപ്പേറ്റഡ് ഇൻ ക്രൂസൈഡ്സ്. പിന്നെന്താ ഉള്ളത്? 2D. ദ പാർഡണർ. പാർഡണർ ആരാണ്? പാർഡണർ ഒരു കറപ്റ്റ് ആയിട്ടുള്ള പേഴ്സണലായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടേക്കുന്നത്. ചർച്ചിന്റെ ഫിഗേഴ്സിൽ പാർഡണർ എന്ത് ചെയ്യുന്നു? ബില്ലുകൾ കൊടുത്ത് പണം ശേഖരിച്ച് ആളുകളുടെ എന്ത് പാപങ്ങള് മുക്തി കൊടുക്കുന്ന ആളാണ് പാർഡണർ. പാർഡണർ എന്ത് ചെയ്യുന്നു? ഹി ക്യാരീസ് 1D അല്ലെ, ക്യാരീസ് എ ബാഗ് ഫുൾ ഓഫ് ഫേക്ക് റെലിക്സ്. ഫേക്ക് റെലിക്സ് കൊണ്ട് നടക്കുന്ന കറപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആരെ കാണിച്ചിട്ടുള്ളത്? പാർഡണറിനെ കാണിച്ചിട്ടുള്ളത്. ഇനി പ്രയറസ്. പ്രയറസ് ആരാ? മാഡം എഗ്ലാന്റൈൻ എന്ന പേരുള്ള ഒരു നണ്ണാണ്. പുള്ളിക്കാരി എങ്ങനെയാണ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എയിലാണ്. ഒബ്സേർവ്സ് ഡെയിൻറ്റി ടേബിൾ മാനേഴ്സ്. ടേബിൾ മാനേഴ്സ് ഇല്ലാത്ത ഒരാളായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഓബിയസ്ലി വീഫ് ഓഫ് ബാത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. മെയ്ഡ് പിൽഗ്രിമേജ് ടു ജെറുസലേം. നിങ്ങൾ നൈറ്റിനെ അറിയില്ലെങ്കിലും പാർഡണറിനെ അറിയില്ലെങ്കിലും അല്ലെങ്കിൽ പാർഡണറിനെ അറിയില്ലെങ്കിലും പ്രയറസിനെ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വൈഫ് ഓഫ് ബാത്തിനെ നല്ലപോലെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം എന്തിലേക്ക് എത്താനായിട്ട് സാധിക്കും? ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മാച്ച് ദ ഫോളോയിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള ട്രിക്ക് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഡാഷ് ഈസ് an abstract representation that identifies the ways a sentence can be analyzed and interpreted. Abstract representation ഐഡന്റിഫൈസ് ഇതൊക്കെയാണ് നമ്മളുടെ കീവേഡുകൾ. അപ്പോൾ ഇത് വളരെ വേഗമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് ശരിക്കും നമുക്ക് ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഇതിനെ നേരെ കൊണ്ടുവന്ന് വെക്കാം. നോം ചോംസ്കിയിലേക്ക് കൊണ്ടുവന്ന് വെക്കാം അല്ലെ. നോം ചോംസ്കി ആരായിരുന്നു? നോം ചോംസ്കി ആണ് ഫ്രേസ് സ്ട്രക്ചറും ഫ്രേസ് സ്ട്രക്ചറൽ ഗ്രാമറും അതുപോലെ തന്നെ TG ഗ്രാമർ, ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്ന 2 ലിംഗ്വിസ്റ്റിക് ഫിനോമിനൻസ് അല്ലെങ്കിൽ തിയറികളുടെ സെമാൻറ്റിക്സിന്റെ തിയറികളുടെ വക്താവായിരുന്നു നമ്മളുടെ നോം ചോംസ്കി. നോം ചോംസ്കി പറഞ്ഞിട്ടുള്ളതിൽ എന്താണ് ഈ ഡെഫിനിഷനിലുള്ളത്? അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ, അതായത് ഒരു സെന്റൻസിന്റെ അർത്ഥത്തിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന, അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിന്റെ കോർ ഐഡിയ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സെന്റൻസ് സ്ട്രക്ചർ. സെന്റൻസ് സ്ട്രക്ചർ നോം ചോംസ്കിയായിട്ട് ബന്ധമില്ല. സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ്സ് അതുപോലെയുള്ള കമ്പോണൻസ് ഓഫ് ദ സെന്റൻസിനെ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സെന്റൻസ് സ്ട്രക്ചർ അല്ലെ. ഡീപ്പ് സ്ട്രക്ചർ, ഫ്രേസ് സ്ട്രക്ചർ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവാവേ. സീവല്ല, പരോള്. പരോൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പരോൾ എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയിട്ട് പരോൾ കിട്ടി തിരിച്ചു വരുന്നതാണോ? അല്ല. നമ്മുടെ ഫെർഡിനാൻഡ് സൊഷൂർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ലാങ് ആൻഡ് പരോൾ എന്ന് പറയുന്ന കൺസെപ്റ്റിലെ പരോളാണ്. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാങ് എന്ന് പറഞ്ഞാൽ
ദ റൂൾസ് ഓഫ് എ ലാംഗ്വേജ് ആണ് ലാങ്. പരോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഇൻഡിവിജ്വൽ സ്പീച്ചിനെയാണ് പരോൾ എന്ന് പറയുന്നത്. അതൊരിക്കലും ഈ ഡെഫിനിഷനോട് ചേരുന്നില്ല. പിന്നെ ഉള്ളത് എന്താണ് മക്കളെ? പിന്നെ ഉള്ളത് ഡീപ്പ് സ്ട്രക്ചറും ഫ്രേസ് സ്ട്രക്ചറുമാണ്. ഇതിന്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഫ്രേസ് സ്ട്രക്ചർ. എന്താ ഫ്രേസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോയ് പ്ലേസ് ഫുട്ബോൾ അല്ലെ? ഇതിനെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ, ഫ്രേസ് സ്ട്രക്ചർ, അതായത് ഒരു സെന്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന്റെ സ്ട്രക്ചറൽ ഡെഫിനിഷനെയാണ് നമ്മൾ ഫ്രേസ് സ്ട്രക്ചർ കൊണ്ട് മനസ്സിലാക്കുന്നത്. അതിലെന്താണ് ചെയ്തിട്ടുള്ളത്? സെന്റൻസിനെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക? നൗൺ ഫ്രേസും വെർബ് ഫ്രേസും അല്ലെ? എ സെന്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് നൗൺ ഫ്രേസ് പ്ലസ് വെർബ് ഫ്രേസ് അല്ലെ? ഈ സെന്റൻസിനെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ആക്കി തിരിക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫ്രേസ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. പക്ഷെ അവിടെ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ആണോ ഉള്ളത്? അവിടെ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ അല്ല ഉള്ളത്. അവിടെ സ്ട്രക്ചറൽ അനാലിസിസ് ആണ് ഉള്ളത്. ഫ്രേസിന്റെ അടിസ്ഥാനത്തിൽ, ഫ്രേസുകളുടെ ബിൽഡിന്റെ അടിസ്ഥാനത്തിൽ ഈ സെന്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ നൗൺ ഫ്രേസിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നൗൺ ഫ്രേസിനെ എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്? നൗൺ ഫ്രേസ് ഈസ് ഡിറ്റർമിനന്റ് പ്ലസ് നൗൺ. വെർബ് ഫ്രേസസ് വെർബ് പ്ലസ് നൗൺ ഫ്രേസ് അല്ലെ? ഇങ്ങനെയുള്ള രീതിയിൽ ഈ സാധനത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രേസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതും നോം ചോംസ്കി കൊണ്ടുവന്നത് തന്നെയാണ്. പക്ഷെ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ അല്ലെ, TG ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡീപ്പ് സ്ട്രക്ചർ. ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള സെന്റൻസിനെ ഏജന്റ്, ഒബ്ജക്റ്റ്, ആക്ഷൻ ആയിട്ട് ഉള്ള അബ്സ്ട്രാക്ട് ഐഡിയാസ് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? TG ഗ്രാമർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എ ബോയ് പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞു. അതിൽ ബോയ് നൗൺ ഫ്രേസ്, പ്ലേസ് ഫുട്ബോൾ വെർബ് ഫ്രേസ് അല്ലെ? അത് അങ്ങനെ തിരിക്കുന്നത് എന്താണ് അതിന്റെ ഫ്രേസ് സ്ട്രക്ചർ ആണ്. പക്ഷെ ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എ ബോയ് പ്ലേസ് ഫുട്ബോൾ അല്ലെ? ഇതിനെ നമുക്ക് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. എ ബോയ് പ്ലേസ് ഫുട്ബോൾ, ഫുട്ബോൾ ഈസ് ബീങ് പ്ലേഡ് ബൈ എ ബോയ് അല്ലെ? എ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ. ഇങ്ങനെ പല ട്രാൻസ്ഫോർമേഷൻസിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടുപോകാം. ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമറെ ഇത് പല ട്രാൻസ്ഫോർമേഷൻസിലേക്ക് ഈ ഐഡിയ പോകും. പക്ഷേ എന്താണ്? ബോയ് പ്ലേ ഫുട്ബോൾ മനസ്സിലായി? ഇതാണ് ഇതിന്റെ കോർ ഐഡിയ. ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഐഡിയ. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് പല സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് ട്രാൻസ്ഫോമിങ് ഇൻ ടു ഡിഫറെന്റ് ആസ്പെക്ട്സ്. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻസിനെല്ലാം മുമ്പുള്ള കോർ അർത്ഥം ഈ സെന്റൻസിന്റെ എന്താണ്, ഈ ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് സ്ട്രക്ചർ ഈസ് ആൻ അബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ദാറ്റ് ഐഡന്റിഫൈസ് ദ വേസ് എ സെന്റൻസ് ക്യാൻ ബി അനലൈസ്ഡ് ആൻഡ് ഇന്റർപ്രറ്റഡ്. കണ്ടോ? അപ്പോൾ ഈ സെന്റൻസിനെ അനലൈസ് ചെയ്യുവാനും ഇന്റർപ്രറ്റ് ചെയ്യുവാനും വേണ്ട കോർ അബ്സ്ട്രാക്ട് ഐഡിയ റെപ്രസെന്റേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ഡീപ്പ് സ്ട്രക്ചർ. പിടിയിട്ടില്ലേ? ഡീപ്പ് സ്ട്രക്ചർ ഈസ് ദ അണ്ടർലൈങ് സിന്റാക്ടിക് റെപ്രസെന്റേഷൻ ഓഫ് എ സെന്റൻസ് that determines its semantic interpretation. എന്തർത്ഥം ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്ന ബേസിക് അബ്സ്ട്രാക്ട് സിന്റാറ്റിക് റെപ്രസെന്റേഷനാണ് ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബിഫോർ ട്രാൻസ്ഫോർമേഷൻസ് ആർ അപ്ലൈഡ്, നമ്മൾ അവിടെ ED ഫോം അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുമ്പോൾ അല്ലെങ്കിൽ പാസീവ് ആക്കുന്നതിന് മുമ്പ് എന്ത് സ്ട്രക്ചറൽ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ന് കൊണ്ടുവരുന്നോ അതിനെല്ലാം മുമ്പുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അർത്ഥത്തിന്റെ ഡെഫിനേഷനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡീപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് TG ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടാണ്, നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ജൂഡിത്ത് ബട്ട്ലറിനെ പറ്റിയാണ്. മക്കളെ, ജൂഡിത്ത് ബട്ട്ലറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ആർഗ്യൂസ് ദാറ്റ് ജെൻഡർ ഷുഡ് ബി സീൻ ആസ് എ ഹ്യൂമൻ ആട്രിബ്യൂട്ട് ദാറ്റ് ഇസ്. ജൂഡിത്ത് ബട്ട്ലർ എങ്ങനെയാണ് ജെൻഡറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. എങ്ങനെയാണ്
ബൈനറി ആയിട്ടാണോ? ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടെണ്ണം അല്ലെ, മെയിൽ ആൻഡ് ഫീമെയിൽ. സിമ്പിൾ തിരിഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. റിജിഡ് ആൻഡ് അൺചേഞ്ചബിൾ. ഓക്കെ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണോ? ഡിറ്റർമൈൻഡ് ബൈ അനാട്ടമി, സെക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുടെ ശരീര ഘടനയും ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ ജെൻഡർ? അതായത് എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് എൻ്റെ ബോഡി പാർട്സുമായിട്ട് ലിങ്ക്ഡ് ആണോ അതോ എൻ്റെ മൈൻഡുമായിട്ട് ലിങ്ക്ഡ് ആണോ? ബോഡി പാർട്സുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. ഓപ്ഷൻ ഡിയോ ഫ്ലൂയിഡ് ആൻഡ് ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ ഗിവൺ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറുന്ന ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ജെൻഡർ എന്ന് പറയുന്നത്. മക്കളെ, ജൂഡിത്ത് ബട്ട്ലർ ആണ് ജെൻഡറിനെ പറ്റി എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ജെൻഡർ പെർഫോമേറ്റിവിറ്റിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ജെൻഡർ പെർഫോമേറ്റിവിറ്റി. വാട്ട് ഇസ് ജെൻഡർ പെർഫോമേറ്റിവിറ്റി? മൊത്തം ഒന്നും എഴുതുന്നൊന്നുമില്ല. ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡർ ഫിക്സ്ഡ് അല്ല, നമ്മൾ പെർഫോം ചെയ്യുന്നതാണ്. കൾച്ചറൽ, സോഷ്യൽ, ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റിലൂടെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഫിനോമിനയാണ് ജെൻഡർ എന്നാണ് ജെൻഡർ പെർഫോമേറ്റിവിറ്റിയിലൂടെ ജൂഡിത്ത് ബട്ട്ലർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരാളുടെ സെക്ഷുവാലിറ്റിയും അയാളുടെ ജെൻഡറും വ്യത്യാസമാണ്. സാംസ്കാരികമായിട്ട്, കൾച്ചറലായിട്ട് ഡിഫൈൻ ചെയ്യപ്പെടുന്നതാണ് ജെൻഡർ. അത് പുരുഷൻ, സ്ത്രീ എന്നുള്ളത് ലിമിറ്റേഷൻസിലല്ല, അത് ബ്രോഡൻഡ് ആണ്. ഇറ്റ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് റിസൾട്ട് ഓഫ് cultural context, social context and linguistic context, how a gender is defined എന്ന് പറയുന്നതാണ് പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജെൻഡർ പെർഫോമേറ്റിവിറ്റി നമ്മൾ പറഞ്ഞു. ജെൻഡർ പെർഫോമേറ്റിയെ പറ്റി ജൂഡിത്ത് ബട്ട്ലർ ഏത് എസ്സേയിലാണ് പറഞ്ഞിട്ടുള്ളത്? താഴെ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ജെൻഡറിനെ പറ്റിയുള്ള ജൂഡിത്ത് ബട്ട്ലറിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഫ്ലൂയിഡ് ആണ്. ഗിവൺ കോണ്ടെക്സ്റ്റ്, കോണ്ടെക്സ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? കൾച്ചർ, സൊസൈറ്റി, അതുപോലെയുള്ള മറ്റ് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ജെൻഡറിനെ തീരുമാനിക്കുന്നത്. ഈ ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ജെൻഡറിന്റെ ഡെഫിനിഷൻസ് മാറും. ഒരു സമൂഹത്തിൽ പുരുഷൻ എന്ന് അല്ലെങ്കിൽ മാസ്കുലിൻ എന്ന് നമ്മൾ കണക്കാക്കുന്ന കാര്യമായിരിക്കില്ല മറ്റൊരിടത്ത്. വസ്ത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, നോർവേയിലെയൊക്കെ കൾച്ചറിൽ ബാക്ക് പൈപ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവര് പുരുഷന്മാരും സ്കേർട്ട് ധരിക്കുമായിരുന്നു. പക്ഷേ കേരളത്തിലെ കോൺസ്ട്രക്റ്റിൽ എന്താണ്? സ്കേർട്ട് എന്ന് പറയുന്നത് ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ അവിടെ കൾച്ചറിനനുസരിച്ച് എന്തിന് ഡെഫിനിഷൻ വന്നു? ഫെമിനിറ്റിക്ക് വ്യത്യാസം വന്നു. അവിടെ സ്കേർട്ട് മാസ്കുലിൻ ആയിരുന്നു, ഇന്ന് എന്താണത്? ഫെമിനിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കൾച്ചറിന്റെ ഒക്കെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യപ്പെടുന്നതാണ്? ഡിഫൈൻ ചെയ്യപ്പെടുന്നതാണ് ജെൻഡർ. അത് മാറിക്കൊണ്ടിരിക്കും, ഉറച്ചതല്ല, ഡിഫൈൻഡ് അല്ല, ഫ്ലൂയിഡ് ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജെൻഡർ പെർഫോമേറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. മറന്നുപോയല്ലോ. അപ്പൊ ആരും കമന്റ് ചെയ്യാൻ മറക്കരുത് ജെൻഡർ പെർഫോമേറ്റിവിറ്റി ഏത് എസ്സയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ന്. നോക്കിയ മക്കളെ, അടുത്തത് പെഡഗോജി എന്നുള്ളൊരു ചോദ്യമാ. ടീച്ചിങ് ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഇൻ വിച്ച് സ്റ്റുഡൻസ് ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ ദ റോൾ ഓഫ് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. ട്യൂട്ടറിന്റെയും ട്യൂട്ടിയുടെയും റോളിലേക്ക്, അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും റോളില് ഒരു വിദ്യാർത്ഥി മാറി മാറി നിന്ന് പഠിക്കുന്ന മെത്തേഡിന്റെ പേരെന്താണ്? യൂണി ഡയറക്ഷണൽ പിയർ ട്യൂട്ടറിംഗ് ആണോ? റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് ആണോ? ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് ആണോ? ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് ആണോ? ക്ലാസ് വൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈഡ് ഹോൾ ക്ലാസിനെ കവർ ചെയ്ത് പഠിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസ് വൈഡ് എന്ന് പറയുന്നത്. ക്രോസ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡർ സ്റ്റുഡൻസ് യങ്ങർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിനെയാണുള്ള ക്രോസ് ഏജ് എന്ന് പറയുന്നത്. യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ടീച്ചിങ് നടക്കുന്നുള്ളൂ. ടീച്ചർ, സ്റ്റുഡന്റ്, എപ്പോഴും ടീച്ചറിന്റെ ഭാഗത്തു നിന്ന് നോളജ് എങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു? സ്റ്റുഡന്റിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒൺലി യൂണി ഡയറക്ഷണൽ. ഇവിടുത്തെ ചോദ്യം നോക്കിക്കേ, ഓൾട്ടർനേറ്റ്. അപ്പൊ ഒരിക്കലും എന്താവില്ല? യൂണി ഡയറക്ഷനിലാവില്ല. കാരണം ഓൾട്ടർനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം അല്ലെ? ക്രോസ് ഏജ് ആയിരിക്കണം. ട്യൂട്ടറിന്റെയും ട്യൂട്ടിയുടെയും റോളിലേക്ക് മാറി വരണം. ക്രോസ് ഏജ് ആണെങ്കിൽ ഒരിക്കലും യങ്ങർ സ്റ്റുഡൻസ് ഓൾഡർ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവോ? ഇല്ല. അവിടെയും യൂണി ഡയറക്ഷനിലാണ്. അതുമല്ല, ക്ലാസ് വൈഡ് പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസ്സിലുള്ള മുഴുവൻ ആളുകളെയും ഒരാൾ പഠിപ്പിക്കുന്നു. സ്റ്റിൽ ദാറ്റ് ഈസ് യൂണി ഡയറക്ഷണൽ. പക്ഷേ റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്യൂട്ടർ പഠിപ്പിക്കുന്നു, ട്യൂട്ടി തിരിച്ച് പഠിപ്പിക്കുന്നു. ഇതിനെയാണ് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മക്കളെ ഓപ്ഷൻ ബി. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന കുറച്ചധികം ചോദ്യങ്ങൾ. ഐ ഹോപ്പ് യു ഹാഡ് എ ഗ്രേറ്റ് ടൈം ലേണിംഗ് ന്യൂ തിങ്സ്. നമ്മൾ ജൂഡിത്ത് ബട്ട്ലറിനെ പഠിച്ചു, ടി ജി ഗ്രാമർ പഠിച്ചു, അതുപോലെ തന്നെ നമ്മുടെ WBHനെ പഠിച്ചു. ഇപ്പൊ നമ്മൾ കുറച്ച് പെഡഗോജിയും കൂടെ നോക്കി.
അപ്പൊ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിലെയും കീ മെത്തേഡ്സിനെ മനസ്സിലാക്കി മെച്ചപ്പെട്ട പഠനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും HSST ഈ വരുന്ന പരീക്ഷ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപക സ്വപ്നം സാധ്യമാവുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ക്ലിയർ ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ സമയം മാറ്റി വയ്ക്കേണ്ട. നമ്മളെ ബാച്ചിന്റെ അഡ്മിഷൻസ് റണ്ണിങ് ആണ്. ഈ റിപ്പബ്ലിക് ഡേ എക്സ്റ്റൻഡഡ് ഓഫർ മിസ്സാക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഏറ്റവും വേഗം തന്നെ നമ്മളെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8589083568 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ. താഴെ പിൻ ചെയ്തിട്ടുള്ള നമ്മളുടെ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോ. അഡ്മിഷൻസ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. HSST എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാം. CCക്കൊപ്പം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ആസ്പിരന്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ദിസ് ഇസ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ്. താങ്ക് യു.